വമ്പിച്ച ആദായ വിൽപ്പന. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, 70% റിഡക്ഷൻ. ഏറ്റവും നല്ല ഓഫറിൽ ആവശ്യമുള്ളതെല്ലാം വാങ്ങാൻ മത്സരിക്കുന്നവരാണല്ലോ നാം. എന്നാൽ ജീവിതയാത്രക്കിടയിൽ സൃഷ്ടാവായ നമ്മുടെ റബ്ബ് നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള വിസ്മയിപ്പിക്കപ്പെടുന്ന ചില ഓഫറുകളുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത, കബളിപ്പിക്കപ്പെടാത്ത ചില ഓഫറുകളും സമ്മാനങ്ങളും സുവർണ അവസരങ്ങളുമാണ് വിശ്വാസികളെ കാത്തിരിക്കുന്നത്. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുവാൻ പ്രത്യേകം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്ത മാസം, ആദരണീയനായ ഒരു അതിഥി, മഹത്തായ ഒരു മാസം നമ്മെ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. നരക കവാടങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്, സ്വർഗ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. പിശാചുക്കൾ ബന്ധനസ്ഥരാണ്. ആകാശത്തു നിന്നും ഒരു വിളിയാളൻ വിളിച്ചു പറയുന്നുണ്ട്, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട്, തിന്മ ആഗ്രഹിക്കുന്നവരെ പിന്നോട്ട്. എത്ര മഹത്തരമായ മാസം! അള്ളാഹു വിശ്വാസികൾക്ക് അമല് ചെയ്യാൻ ആവേശം നൽകുന്ന മാസം. റമളാനിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. ഒരു വസ്തുവിനെ തിരിച്ചറിയുമ്പോഴാണ് ആ വസ്തുവിന്റെ മഹത്വവും അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും മനസ്സിലാവുക. റമളാനിലെ ഒരു നോമ്പ് മറ്റ് ദിവസങ്ങളിലെ 1000 നോമ്പിനേക്കാളും, ഒരു തസ്ബീഹ് 1000 തസ്ബീഹിനേക്കാളും, ഒരു റക്അത്ത് 1000 റക്അത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. നോമ്പിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ അതിന്റെ ഫലമായി അവന്റെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും അകറ്റുന്നതാണ്. ഖബറാളികളോട് നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് പറയപ്പെട്ടാൽ അവർ റമളാനിലെ ഒരു ദിവസത്തെ ആഗ്രഹിക്കുമായിരുന്നു. ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള ശക്തമായ ഒരു ഉത്ബോധനമാണ്. അതെ, അള്ളാഹു നോമ്പിനെ അവന്റെ സൃഷ്ടികൾക്ക് ഒരു മൈതാനമാക്കിയിരിക്കുന്നു. അവർ അതിൽ നന്മയിൽ മത്സരിക്കുന്നു. ചിലർ അതിൽ നന്മയിൽ മത്സരിച്ച് മുന്നേറുന്നു. അങ്ങനെ നന്മയിൽ മത്സരിച്ച് മുന്നേറുന്ന ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.